ഹായ്, ഞാനിന്ന് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി കുറച്ച് പച്ചക്കറി പറിക്കാൻ വേണ്ടി കുറച്ച് കോവലും കുറച്ച് വഴുതനങ്ങയും കുറച്ച് ചീരയും പറിക്കാൻ വേണ്ടി പോവാണേ. ഇത്രയും കോവയ്ക്ക കിട്ടിയേ. എന്തായാലും 2 ദിവസം കറി വെക്കാനുള്ള കോവയ്ക്ക കിട്ടി. ഇത് നോക്കിക്കേ, ഇത് നമ്മുടെ ഒരു ഡങ്സൂരി ആദ്യമായിട്ട് കായ്ച്ച പ്ലാവാണേ. ഒറ്റ ചക്കയെ കായ്ച്ചുള്ളൂ. ഇത് ഡങ്സൂരിയ എന്ന ഇനത്തിൽപ്പെട്ട ഒരു പ്ലാവാണേ. ഒറ്റ ചക്കയെ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ ഇച്ചിരി വഴുതനങ്ങയും കൂടെ പറിക്കുന്നുണ്ടേ. ഇതുണ്ട്, ഇത്രയും വഴുതനങ്ങയും കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പിടുത്തം ചീരയും കൂടെ പറിക്കുന്നുണ്ട്. ഇത് റെഡ് ലേഡി പപ്പായാണേ. ഇതിങ്ങനെ ഭയങ്കര ഹൈറ്റ് പോയതായിരുന്നു. അത് ഞാൻ കഴിഞ്ഞ പോലെ വെച്ചാൽ ഇവിടെ വെച്ച് മുറിച്ച് കളഞ്ഞപ്പോൾ 3 ബ്രാഞ്ചായി. അപ്പം 3 ബ്രാഞ്ചസിന് ഇഷ്ടംപടി ഈ കൊല്ലത്തേക്ക് ഞങ്ങൾക്ക് ആവശ്യമുള്ളതും പിന്നെ അത്യാവശ്യം സുഹൃത്തുക്കൾക്ക് കൊടുക്കാനുള്ള ഒരു 3-4 എണ്ണം കിട്ടി. ഇതിപ്പോൾ നിറച്ച് പഴുത്ത് കിടക്കുവാണ്. പഴുത്ത് കളർ ഫുള്ളായിട്ടില്ല. അപ്പോൾ ഞാൻ ഒരെണ്ണം പറിക്കുന്നുണ്ട്. ബാക്കി എന്താ പറയണ്ടേ, നന്നായിട്ട് മൂത്തിട്ട് പറിക്കാം. ഇതാണ് ഒറ്റ കപ്പളങ്ങ ഞാൻ പറിച്ചിട്ടുള്ളൂ. ബാക്കി ഇതിൽ 3 എണ്ണം, അതിലൊരു 4 എണ്ണം മൂത്ത് കിടപ്പുണ്ട്. പിന്നെ ഇത് 2-3 ദിവസം 3-4 ദിവസം വെക്കണം. വെച്ചിട്ട് ഇതിന്റെ റെഡ് കളർ മൊത്തം ഇതിന്റെ തൊലി ഈ മഞ്ഞ കളറാണ്. അപ്പോഴേ അത് മുറിക്കാൻ പറ്റുള്ളൂ.